friends, welcome back to Yumi and Kerala. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേശാവരി ചിക്കൻ ആണ്. പേര് കേട്ടാലും ഞെട്ടണ്ട. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തരം ചിക്കൻ കറിയാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 1/2 കിലോ ചിക്കൻ ആണ്. ഇത് കഴുകി വാരി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റോളം ഫ്രൈ ചെയ്താൽ മതി. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പതുക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. ചിക്കൻ വറുത്ത് കോരിയ ഓയിലിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്കതിലോട്ട് ഒരു 3 സവാള തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. സവാള ഒരു ബ്രൗണിഷ് കളറാകണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കും. സവാള ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കും. രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇളക്കി അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. മൂടി വെച്ച് ഇത് നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം.
15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. ചിക്കനൊക്കെ വേവായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഒരു പാടുമില്ല നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തരം ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം മറക്കല്ല, എല്ലാവരും ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.